പതാക ജാഥ മുന്നോട്ട് പോകുന്നുണ്ട്. ദീപശിഖ ജാഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പതാക ജാഥ ഇന്ന് മലപ്പുറം ജില്ലയിലൂടെയാണ് കടന്നു പോകുന്നത്. രാവിലെ 10 മണിക്ക് ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടിയിലാണ് സ്വീകരണം. സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. പതാക ജാഥയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. ഇന്നലെ കോഴിക്കോട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. സ്വാലി, ഇന്ന് സംസ്ഥാന സമ്മേളന നഗരിയിൽ, പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള ചെമ്പതാക ഇന്ന് മലപ്പുറം ജില്ലയിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. രാവിലെ ഐക്കരപ്പടിയിൽ സ്വീകരണം, തുടർന്ന പര്യടന വഴികൾ എങ്ങനെയാണ്? മനു, രാവിലെ 10 മണിയോടെയാണ് വലിയ ആവേശത്തോടെ ജാഥയെ വരവേൽക്കുന്നത്. ഇന്ന് ഐക്കരപ്പടിയിൽ, കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയായ ഐക്കരപ്പടിയിൽ CPIM-ൻ്റെ മുതിർന്ന നേതാക്കൾ, വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കൾ എല്ലാവരും ചേർന്ന് പതാക ജാഥയെ സ്വീകരിക്കും. 3 സ്വീകരണ കേന്ദ്രങ്ങളാണ് ജില്ലയിലുള്ളത്. ഒന്ന് കൊണ്ടോട്ടി, അത് 10:30-നാണ്. അത് കഴിഞ്ഞ് 11 മണിക്ക് മലപ്പുറത്തും 11:30-ന് പെരിന്തൽമണ്ണയിലും സ്വീകരണ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 11:30ഓടെ ജാഥ പാലക്കാട് ജില്ലയിലേക്ക് കടക്കും. പുലാമന്തോളിലാണ് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലേക്കുള്ള സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. പോകുന്ന വഴിയിലെല്ലാം തന്നെ ബൈക്ക് ജാഥയുടെ അകമ്പടിയോടെ ചുവന്ന മേലാപ്പണിഞ്ഞ വലിയ ഒരുക്കങ്ങൾ ഇതിന് മുന്നോടിയായി നടന്നിട്ടുണ്ട്. അത്ലറ്റുകളും ഇതിനോടൊപ്പം പങ്കുചേരുന്നുണ്ട്. ജാഥ ക്യാപ്റ്റൻ M. സ്വരാജാണ് ഇത് നയിക്കുന്നത്. നമുക്കറിയാം, കയ്യൂരിലെ സ്മരണകൾ ഏറ്റുവാങ്ങി വരുന്ന ഒരു പതാകയാണ്. ഈ സമ്മേളനത്തിൻ്റെയൊക്കെ മുഴുവൻ ആവേശവും നമുക്ക് മലപ്പുറം ജില്ലയിലും കാണാനാവും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 10 മണിയോടെ ജാഥ കൊണ്ടോട്ടിയിലേക്ക് എത്തിച്ചേരും. മനു, തീർച്ചയായും സംസ്ഥാന സമ്മേളനത്തിൽ ഉയർത്താനുള്ള പതാക ജാഥ, പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥയെക്കുറിച്ച്, പതാകയുമായി വരുന്ന ജാഥയെക്കുറിച്ചാണ് ഇപ്പോൾ സ്വാലിഹ് സംസാരിച്ചത്. മലപ്പുറം ജില്ലയിലേക്ക് കടക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ഇന്ന് തന്നെ പാലക്കാട് ജില്ലയിലേക്ക് ജാഥ പ്രവേശിക്കും. പുലാമന്തോളിൽ പാലക്കാട് ജില്ലയിലേക്ക് സ്വീകരിക്കും. വലിയ ആവേശകരമായ സ്വീകരണമാണ് ജാഥ കടന്നു വരുന്ന വഴികളിൽ എല്ലായിടങ്ങളിലും ലഭിക്കുന്നത്. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കോഴിക്കോട് ജില്ലയിലും അതേ അനുഭവം തന്നെയായിരുന്നു. മലപ്പുറത്തേക്ക് കടക്കുമ്പോഴും പതാക ജാഥയെ സ്വീകരിക്കാനുള്ള എല്ലാ ആവേശകരമായ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഐക്കരപ്പടിയിൽ കോഴിക്കോട് നിന്ന് മലപ്പുറം ജില്ലയിലേക്ക് പതാക ജാഥയെ സ്വീകരിക്കും. ആ വിവരങ്ങളാണ് സ്വാലിഹ നമുക്ക് നൽകിയത്.